വെള്ളം. പണിക്കറ വിളിക്കുന്നുണ്ട്. ഓ, ഇതൊന്ന് കളഞ്ഞോട്ട്. എൻ്റെ ആ കൈമ പൊടിക്കുന്ന മുണ്ട് കാണുന്നില്ലല്ലോ. ഓ, അത് ഞാൻ എടുത്തില്ല, എല്ലാം ചളി തന്നെ. ഇതെടുത്തു. ഇക്കൊല്ലത്തെ ഗാനമേള വളരെ മോശമായിപ്പോയി. ചെറിയ പിള്ളമാരും കൂടി പറയുന്നു. എന്തായാലും എന്താ 4 ലക്ഷം ഒരു ഉറുപ്പ്യ കുറക്കാൻ പറഞ്ഞിട്ട് അവർ ഇപ്രാവശ്യം കുറച്ചിട്ട്. ഇപ്രാവശ്യത്തെ 2 കാഴ്ച ഉണ്ടല്ലോ, അതിഗംഭീരം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. വെടിക്കെട്ടിന്റെ പൈസയും കൂടി കൂട്ടിട്ട് 1.5 കോടിയാണ് 2 മണിക്കൂർ കൊണ്ട് പൊരിച്ച്. അല്ല പിന്നെ തുടങ്ങി ഒരു പൈസ കണക്ക്. കൊല്ലത്തിൽ ആകെയല്ലേ ഒരു തെയ്യല്ലേ, അതിന് പൈസ ഒന്നും നോക്കണ്ട. ആ പണിക്കർ വരുന്നുണ്ട്. പണിക്കറേ, തെയ്യം ഉഷാറായി. കൂടുതലൊന്നും ആയിട്ടില്ല പണിക്കറേ. തീക്കോലല്ലേ, ചെറിയ ചെറിയ അടങ്ങാറിലുണ്ടാവും. അച്ഛന്മാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. 2-3 കൊല്ലമായി ഞാൻ പറയുന്നു. സ്കൂളിൻ്റെ കാര്യം ഇപ്പം മോനും കൂടെ പോയ പിന്നെ കേടുന്നല്ലോ ആരല്ലോ കൂട്ടിയിട്ടാണ് തെയ്യം കഴിക്കൽ. ഒരു 25,000 റുപ്യെങ്കിലും തരണം. ഇതെന്താ പണിക്കറേ, കൂലിപ്പണിയാ? കണക്ക് പറഞ്ഞു പണിക്കേ, ഇത് നിങ്ങളെ അവകാശമല്ലേ? കഴിഞ്ഞോലം വാങ്ങിയ കണക്കുണ്ട് കിടാ, വായിക്കണം ഞാൻ. 25,000 ഉറുപ്പ്യ പോലും. ആ പണിക്കറ, ഇതൊന്നും കണക്ക് പറഞ്ഞ് വാങ്ങിക്കേണ്ടതല്ല. ഇത് നിങ്ങളെ ജന്മാവകാശം. പ്രത്യേകിച്ച് ഇവിടുന്നൊന്നും ഒന്നും പറഞ്ഞുകൂടാ. ആന്തരിച്ച അതങ്ങോട്ട് കൊടുക്കും. പണിക്കാർക്ക് ചുറ്റിപ്പുറമൊന്നുമില്ലല്ലോ. ഇത് അവരുടെ ജന്മാവകാശമാണ്. കണക്കൊന്നും പറയുന്ന രീതി മുമ്പേ ഇല്ല. പണിക്കർ പറയുന്നതെല്ലാം കാര്യമുണ്ട്. ഒരുപാട് ചെക്കിപ്പ് വാങ്ങണേ പൈസ കൊടുത്ത് വാങ്ങേണ്ട കാലമായിരുന്നു. അല്ലപ്പാ, ഈ ചെക്കിൽ പോയിട്ട് നമ്മ കൊണ്ടു കൊടുക്കണമെന്നാണ് നീ പറയുന്നത്. നീ നിന്റെ കാര്യം നോക്കിയാ മതിയേ. എന്നാൽ ഇതിനൊരു കണക്കല്ലും ഇല്ലേ? ചോദിക്കുമ്പോ കൂട്ടിക്കൊടുത്താലേ ഇതൊരു ശീലമാണ്. തന്നിനാ നിങ്ങൾ ഓപ്പറേഷൻ ആകെ ഇല്ലതായത്. ആർക്കും എടുത്ത് കെട്ടിക്കൂടെ? അതിനെന്താ